ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇതേ ഒരു കാലത്തെ എൻ്റെ ഫേവറേറ്റ്, ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ടൊമാറ്റോ ചട്നി നല്ല ഉഴുന്നിൻ്റെ മുരിഞ്ഞ ദോശയാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കടുക് കിട്ടും, അതിലോട്ട് കുറച്ച് കടുക് ഇട്ടാൽ മതി, ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ. കടുക് നല്ലോണം പൊട്ടി തുടങ്ങിയാൽ അതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്ന മുളക്, ഒരു 2-3 അല്ലി എന്ന് പറയാം, ഇല്ലി എന്ന് പറയാം, ഓക്കെ, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് ജസ്റ്റ് ചീന്തിയിട്ടത് ഇടുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം അത് നല്ലോണം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകാൻ നോക്കണം. കുറച്ച് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓണിയൻ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഷേപ്പിൽ മുറിക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പീസാകുമ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമല്ലോ, അല്ലാതെ ബിരിയാണിക്കൊന്നും കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ, എത്രത്തോളം ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്, എന്നാലും നല്ലോണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ്, വെറും 2-3 മിനിറ്റ്സ് മാക്സിമം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടും നമ്മുടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്തു ഞാൻ അതിലോട്ട്. എന്നിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബ്രൗൺ കളർ ആവണം. നമുക്കിതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് സെറ്റായാൽ മാത്രമേ ടൊമാറ്റോ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടൊമാറ്റോ ചട്നി എന്നുള്ളത് കൊണ്ട് തന്നെ പ്രയോറിറ്റി കൂടുതൽ ടൊമാറ്റോനാണ്. അപ്പോൾ ഒരു ഉള്ളി എടുക്കുമ്പോൾ നമുക്കൊരു 1.5 അല്ലെങ്കിൽ 2 ടൊമാറ്റോ എങ്കിലും എടുക്കണം, അപ്പോഴേ അത് ടൊമാറ്റോ ചട്നി ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഓണിയൻ ചട്നി ആയി പോകും കേട്ടോ. അപ്പോൾ ഉള്ളി കുറച്ചും ടൊമാറ്റോ കൂടുതലുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല റെഡ് കളറുള്ള ടൊമാറ്റോ ആണ്, സെറ്റാണ്, നല്ല ചട്നിക്ക് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം വഴറ്റി കൊടുക്കും. അത് രണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയില്ല, ഒരു 1 ഇയർ 2 ഇയർ ആയിട്ടേ ഉള്ളൂ. എനിക്ക് മുന്നേ ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ആരൊക്കെ പറഞ്ഞിട്ട് റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കിയാണ്. പിന്നെ ഈ ഉഴുന്ന് ദോശേൻ്റെ കൂടെ ഇത് ഭയങ്കര മാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സെറ്റായിരിക്കും, വേറെ കറികളൊന്നും വേണമെന്ന് തോന്നില്ല. കുട്ടിയേക്കും എല്ലാവർക്കും ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. രാവിലെ ഈസിയുമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു വിധം നമ്മൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ഒന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് വേണ്ടത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ സെറ്റാണ്, കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നല്ല കളർ വരും ഇതിന്. അല്ലാത്ത നോർമൽ മുളക് പൊടി ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് കൂടുതൽ ഇടേണ്ട വരും കളർ വരാൻ. പക്ഷേ അവനവൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇതിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എരിവ് പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പച്ചമുളക്. അല്ലെങ്കിൽ കാശ്മീരി ആകുമ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, അങ്ങനെ എരിവും ഉണ്ടാവില്ല. നോർമലി ടൊമാറ്റോ ചട്നി അത്ര സ്പൈസി അല്ല, ഒരു മീഡിയം സ്പൈസിയാണ്. ഒരു സ്വീറ്റൊക്കെ വരും നമുക്ക്, ടൊമാറ്റോയുടെ ഒരു മധുരമൊക്കെ വരും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു കളർഫുൾ ആവട്ടെ ചട്നിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം കുറച്ച് സമയം വഴറ്റിയെടുത്തിട്ട് ആ പച്ച മണമൊക്കെ മാറിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കുറച്ച് സമയം നമുക്ക് തണിയാൻ വെക്കണം കേട്ടോ. എന്താണെന്നറിയോ, ചൂടോടെ നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റില്ല, നമുക്കിത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്കിത് തണിയാൻ വെക്കാം. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇടാം, കംപ്ലീറ്റ് അതിലോട്ട് ഇടുക. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ അടിക്കുന്ന സമയത്ത്. നോർമലി തിക്കാണ് ഇഷ്ടമെങ്കിൽ കൂടെ ഒരു ചമ്മന്തി രൂപത്തിലേക്കൊന്നും ഇതിനെ കൊണ്ടുവരണ്ട, കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സെമി ഗ്രേവി ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു കളറാണ് ഇതിലോട്ട് വന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാൻ വെക്കുക, പാൻ വെച്ചിട്ട് അതിലോട്ട് പിന്നെയും കുറച്ച് കടുക് ഇടുക. കടുക് 2 പ്രാവശ്യം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉഴുന്നുപരിപ്പില്ലേ, അതായത് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല, അത് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കത് കഴിക്കുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എണ്ണയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കളർ നമ്മുടെ ഒരു ബ്രൗൺ കളർ ആവുന്നൊരു ടൈമുണ്ട്. എന്താ സംഭവം അറിയുമോ, എൻ്റെ സ്പൂണിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഓയിലിട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടാനും ചീറ്റാനും തുടങ്ങി, അതാ സംഭവം. അപ്പോൾ അതിലോട്ട് കുറച്ച് ചുവന്ന മുളകും കൂടെ ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു രസമല്ലേ ഇതൊക്കെ, നമ്മൾ അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, ചട്നിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര രസമായിരിക്കും. കുറേ കറിവേപ്പില ഉണ്ടാവും, ചുവന്ന മുളക് ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു കളറ് സെറ്റായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉഴുന്നിൻ്റെ ആ ഒരു കളർ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ ചട്നി ഇതിലോട്ടിടുക, സ്റ്റൗ ഓഫ് ചെയ്യും. ഇത് നമ്മൾ പിന്നെയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചട്നി ഇതിലോട്ട് ഒഴിക്കാം. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിലെ വെള്ളമൊക്കെ ഇങ്ങനെ കഴുകി കളയാം. മീൻസ് നമ്മുടെ ജാറിലെ വെള്ളമൊക്കെ കഴുകിയിട്ട് ഈ ചട്നിയിലോട്ടിട്ട് നല്ലതായിട്ട് അങ്ങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സെറ്റ് ചട്നി തയ്യാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2-3 മിനിറ്റ്സിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
യമ്മിയാണ്, നല്ല ടേസ്റ്റിയാണ് സംഭവം. എനിക്കിഷ്ടമാണ്. ഇനി എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല, എന്നാലും മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ഇതാ ഒരു പാൻ വെക്കുന്നു, നന്നായി നമ്മുടെ ഉഴുന്ന ദോശ അങ്ങോട്ട് ചുട്ടെടുക്കുന്നു. ഞാനങ്ങനെ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് എൻ്റെ ഷേപ്പൊക്കെ ഞാൻ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് അങ്ങ് പോയി. വലിയ റൗണ്ട് ഷേപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് എന്താ ദോശയല്ലേ, കഴിച്ചാൽ പോരെ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാനിൽ നിന്ന് ദോശയൊക്കെ എടുത്തു, നല്ല സെറ്റാക്കി ചട്നിയുടെ കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റോസ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ ചായക്കടുത്തിന് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ ചട്നി ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയാണോ എന്നൊക്കെ കഴിച്ച ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.